വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് മീ ലാൻസ് ഫിജോ. സോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റയർ വിൻറ്റേജ് അല്ലെങ്കിൽ എക്സോട്ടിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിസ് ഇസ് 1989 ടൊയോട്ട കൊറോള. ദിസ് ഇസ് എൻ ഇമ്പോർട്ടഡ് കാർ. 1989 മോഡലാണ് ഈ വണ്ടി. 1993 രജിസ്റ്റേർഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ടപ്പും ഇതിൻ്റെ സൗണ്ടും ചെറിയൊരു ഡ്രൈവും ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സോ വെൽക്കം ബാക്ക്. പേരെങ്ങനെ? നിതിൻ. ഓക്കെ. സോ ഞാൻ ലാൻസ്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് ഇത് എടുത്തത്? ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണ്? ഇത് ആക്ച്വലി 3 years ബാക്ക് നമ്മളൊരു ടൊയോട്ട മാർക്ക് 2 നോക്കാൻ വേണ്ടി പ്ലെയർ സൈഡ് പോയതായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ വണ്ടി അതിൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്താണ് റാൻഡമായിട്ട് ഞാൻ ഫ്രണ്ടും കൂടെ ഇങ്ങനെ സ്കൂട്ടറുകളായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു വാഴ ഇങ്ങനെ വീണ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് കൊറോള, അതും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഓലെക്സിലൊരു വെറുതെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ലെഫ്റ്റ് ഹാൻഡ് വേണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇത് കണ്ടു. അപ്പൊ ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ വണ്ടിയാണ്, പക്ഷെ അത് ഉപയോഗിക്കാറൊന്നുമില്ല, ഇതൊരു സീരിയൽ ആക്ടറിന്റെ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ നമ്പർ തന്നു. നമ്മൾ വീട്ടിൽ പോയി കോൺടാക്ട് ചെയ്തു. അപ്പോൾ വേറെ ദിവസം പോയി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 1.5 years ആയിട്ട് വണ്ടി യൂസ് ചെയ്തിട്ടില്ല, എന്തോ ചെറിയ ഓയിൽ ലീക്ക് ഒക്കെ ആയിട്ട് അങ്ങനെ വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 1.5 വർഷം ഓടാണ്ടിരുന്ന വണ്ടി ജസ്റ്റ് ഒരു ബാറ്ററി എടുത്ത് മാറ്റി വെച്ചു, വണ്ടി സ്റ്റാർട്ടായി. പിന്നെ വണ്ടി സ്റ്റാർട്ടായി. അത് ഹീറ്റ് ചെയ്ത് അങ്ങനെ അടുത്ത അടിയിൽ ഡീസൽ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഒരു 80% ഒറിജിനൽ പെയിന്റ് അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വാഴ വീണ ഭാഗത്തുള്ള കറകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് പ്രശ്നമായത്. അപ്പൊ അത് മാത്രം ഒന്ന് റീപെയിന്റ് ചെയ്തു, അങ്ങനെ റീസ്റ്റോർ ചെയ്തെടുത്തു. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ഓയിൽ ചേഞ്ചും കാര്യങ്ങളും, ഓയിൽ ചേഞ്ച്, ഫിൽറ്റേഴ്സ്, അങ്ങനത്തെ സർവീസ് ചെയ്തു. അപ്പൊ വണ്ടി ഡെയിലി യൂസിംഗ് ആണോ വണ്ടി? ഡെയിലി യൂസിംഗ് ആണ്. അങ്ങനെ 10-70-80 കിലോമീറ്റർ ഡെയിലി 80 കിലോമീറ്റർ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റോപ്പ് അങ്ങനെ ഓടുന്നു ആണല്ലേ? ഓക്കെ. ലോങ്ങും പോകാറുണ്ട്, കൊച്ചി, പാലക്കാട്. അടിപൊളി. ഓക്കെ. ഇതിപ്പോ ഒറിജിനലി പെട്രോൾ എഞ്ചിൻ ആയിരുന്നു? ഒറിജിനൽ ഇത് 1.3 ആണെന്ന് തോന്നുന്നു. 1.3 പെട്രോൾ ആണ് വന്നിരുന്നത്. ഓക്കെ. കാർബറേറ്റർ ആണ്. സംഭവം അത്യാവശ്യം പവർഫുൾ എഞ്ചിനാണ്, പക്ഷെ മൈലേജ് ഒരു പ്രീവിയസ് ഓണർ ഈ പറഞ്ഞ പോലെ ഇത് ലോങ് റൺസിന് യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ആള് ടൊയോട്ടയുടെ തന്നെ ഒറിജിനൽ എഞ്ചിൻ 1N ഡീസൽ എന്ന് പറയുന്നത് കയറ്റി സ്വാപ്പ് ചെയ്താണ്. 1 ലിറ്റർ ഡീസലാണ്. 1N പേരാണ്. 1.5 ഡീസൽ നോൺ ടർബോ നാച്ചുറൽ ആസ്പിറേറ്റഡ് ഡീസൽ. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പൊ ആവറേജ് എങ്ങനെ പോയാലും ഒരു 20 അടുത്ത് സിറ്റി കിട്ടും. ഹൈവേയില് 20+ ഈസിലി കിട്ടും. അതാണ്. ഇതിന്റെ സീറ്റ്സും ഇന്റീരിയേഴ്സും എല്ലാം ഒറിജിനലാണ്. അതിലൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഓഡിയോ സിസ്റ്റം മാത്രമാണ് കയറ്റിയിട്ടുള്ളത്. ബാക്കി സീറ്റ് കവേഴ്സ് ഒക്കെ ഫ്രം ഫാക്ടറി ഷോറൂമിന് സ്പെക് ചെയ്തിട്ടുള്ള പോലെ വന്നിട്ടുള്ളതാണ്. അല്ലാതെ സീറ്റിന്റെ മുകളിൽ വേറെ കവർ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ ചോദിക്കുന്നത് റീഡറിനാണെന്നുള്ളത്, പക്ഷെ അതിലൊന്നും ചെയ്തിട്ടില്ല. വണ്ടിയിൽ ഇപ്പൊ ആകെ കൂടെ ആഫ്റ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓഡിയോ സിസ്റ്റമും എലോയ്സ് മാത്രമാണ്. അത് ഒറിജിനൽ എലോയ് റീസ്റ്റോർ ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് എലോയ്സിലേക്ക് പോയത്. ബാക്കി എല്ലാം വണ്ടിയിൽ ഇതാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു അഡീഷണൽ ഒരു മഫ്ലർ, ഒരു എൻഡ് ക്യാൻ മാത്രം.
ലൗഡ് അല്ല, അത് ജസ്റ്റ് നമുക്ക് ഉള്ളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എൻഡിക്കാൻ പറ്റും. പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒക്കെ? അതില് 80% ആൾക്കാരും വിചാരിക്കും ഇത് മോഡിഫൈഡ് എസ്റ്റീം ആണോ, എസ്റ്റീമോ, ഇതിന്റെ ലുക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇത് ഫ്രണ്ട് കുറച്ച് ലോറി ഇതുപോലെ ഉള്ളതുകൊണ്ട് ദൂരെ നിന്ന് തന്നെ ലൈക്ക് നോർമലി കുറച്ച് വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ദൂരെ തന്നെ കാണുമ്പോൾ അവർ ഫസ്റ്റ് തന്നെ ഒന്ന് നോക്കും. പിന്നെ വന്ന് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ കണ്ടു തന്നെ അറിയണം. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് നമ്മുടെ ഇവിടെ നാട്ടിൽ ഓടിക്കാൻ എങ്ങനെയുണ്ട് ശരിക്കും? അത് ആക്ച്വലി ഒരു 2-3 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഓടിച്ച് അതിന്റെ ലൈക്ക് ഇതിനൊരു ഐഡിയ കിട്ടാണ്ട്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴായാലും അതാണ് ഏറ്റവും ഓവർടേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പ്ലാൻ ചെയ്ത് വേണം ഓവർടേക്ക് ചെയ്യാൻ. ഒരു 2-3 ഡേയ്സ് അത് ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ വരും. ഞാനിപ്പോ ഇത് പറഞ്ഞു 3 വർഷമായിട്ട് ഇത് കണ്ടിന്യൂസ് ഡെയിലി ഡ്രൈവറാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് അത്രയും എക്സ്പെർട്ട്, റൈറ്റ് ഹാൻഡ് ഓടിക്കാനായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് അതിലാണ് കംഫർട്ടബിൾ ആയിരിക്കുന്നത്. പിന്നെ ഇതിലെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് കൂടുതലും ഈ ദുബായ് സെറ്റിൽഡ് ആയിട്ടുള്ള പണ്ടത്തെ ഫാമിലീസ് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മള് ഇപ്പൊ റോട്ടിൽ കൂടെ വരുമ്പോഴൊക്കെ അവര് വണ്ടി നിർത്തി ചോദിക്കും നമ്മുടെ. അവർ ആദ്യം ദുബായിൽ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്, അങ്ങനത്തെ റിയാക്ഷൻസ് കിട്ടും. പിന്നെ ഇപ്പൊ ഈ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കാണുമ്പോൾ അവരിങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കുറച്ച് ദൂരം വരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകും. അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഭയങ്കര. അതെ. വേറെ ഏതെങ്കിലും ഇതേപോലത്തെ വണ്ടി കണ്ടിട്ട് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണോ? അതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് അവിടെ ഫസ്റ്റ് കാർ എന്നുള്ള നിലയിൽ അവർക്കൊരു ആഗ്രഹം തോന്നി ചോദിക്കും. പക്ഷെ നമ്മളിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആക്ച്വലി കൊടുക്കാൻ വേണ്ടിട്ട് എടുത്താണ്. അത് പെയിന്റ് അടിച്ച് വണ്ടി റോട്ടിൽ ഇറക്കി അതിന്റെ ഒരു ഫീൽ കിട്ടാൻ തുടങ്ങിയപ്പോ പിന്നെ അത് എന്തായാലും കൊടുക്കില്ല എന്നുള്ള 2-3 പ്രാവശ്യം വിൽക്കാൻ ഇട്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ആരെങ്കിലും എൻക്വയറീസ് വരുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇത് കൊടുക്കാൻ. അതെ. ഇപ്പൊ ടൊയോട്ട മാർക്ക് 2 അന്വേഷിച്ച് പോയിട്ടാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. മാർക്ക് 2 ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ തോന്നുന്നത്? ലൈക്ക് ഈ വണ്ടി എടുത്തത് നല്ല ഡിസിഷൻ ആയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് 2 വണ്ടി എടുക്കാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ 2 വണ്ടി എടുത്തേനെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ നമ്മുടെ കയ്യിൽ കൊറോള ഉണ്ട്, മിനി ഉണ്ട്, ജെറ്റ് ഉണ്ട്, പിന്നെ ഒരു 130D ഉണ്ട്. അങ്ങനെ നമ്മളൊരു സർക്കിൾ അങ്ങനെ. അപ്പോ ആസ് യു ക്യാൻ സി ബെൻലീസ് അല്ലേ, കാർ വാഷ് ആൻഡ് ഡീറ്റെയിൽസ്. അപ്പോ ചേട്ടന്റെ ഷോപ്പാണ്. അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട്? ഇപ്പോ നമ്മള് കറന്റ്ലി ഇപ്പൊ കാർ വാഷ് ആണ് ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുന്നത്. കാർ വാഷ് പ്രീമിയം ഈ ഫോം വാഷും കാര്യങ്ങളും ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളും. ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് ആയിട്ട് ഇപ്പോ നമ്മള് സെറാമിക്കും സ്റ്റാർട്ട് ചെയ്യാം, ഗ്രാഫിനും സംഭവങ്ങളൊക്കെ. ഇത് കൂടാണ്ട് നമുക്ക് ഗാരേജ് ഉണ്ട്, വിന്റേജ് മോട്ടോഴ്സ് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾ റീസ്റ്റോറേഷൻ അത് മെയിൻ ആയിട്ട് നമ്മള് റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മള് ലൈക്ക് ഇൻസ്റ്റാഗ്രാമില് കുറച്ച് അത്യാവശ്യം നല്ല പേജാണ്. നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ പേജ് ത്രൂ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട വർക്ക് എന്ന് പറയുമ്പോൾ മറ്റേ കരുണാകരൻ മിനിസ്റ്റർ യൂസ് ചെയ്തിരുന്ന ബെൻസ് 123 അതിപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നു. പിന്നെ ട്രിവാൻഡ്രം രാജാവ് അവർ യൂസ് ചെയ്ത ഓസ്റ്റിൻ A40 ഇപ്പോൾ നമ്മളവിടെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അന്ന് വന്നിരുന്ന ഒറിജിനൽ ഓഡിയോ സിസ്റ്റം. ആക്ച്വലി ഈ ഒരു ഓഡിയോ സിസ്റ്റം ഇവിടെ തന്നെ ഒറിജിനലായിട്ട് വെച്ചിട്ട് ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് താഴെ ആഫ്റ്റർ മാർക്കറ്റ് ഓഡിയോ വെച്ചിട്ടുണ്ട്. ഇത് കാസറ്റും ബ്ലൂടൂത്തും ഓക്സ് ഒന്നുമില്ല, ജസ്റ്റ് FM. ദിസ് വാസ് പ്യൂർലി വർക്കിംഗ്. ഇത് അന്നത്തെ ഒറിജിനൽ ഫാക്ടറി OEM ഓഡിയോ സിസ്റ്റം ആണ്. അത് വർക്കിംഗ് ആണ്, പക്ഷേ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് താഴെ വേറെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓഡിയോ സിസ്റ്റം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫുള്ളി വർക്കിംഗ്. കംപ്രസർ ഇതുവരെ മാറ്റിയിട്ടില്ല, ഒറിജിനൽ കംപ്രസറാണ് സ്റ്റിൽ റണ്ണിങ്. ആൻഡ് ഈ സീറ്റിൻ്റെ ഈ ഒരു ഫിനിഷൊക്കെ കണ്ടോ, ഇതൊക്കെ പക്ക ഒറിജിനലാണ്. അന്നത്തെ ഫാക്ടറി സീറ്റ് കവറാണ്, എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ദിസ് ഈസ് വെരി സ്റ്റോക്ക് അന്നത്തെ ഫാക്ടറി ഒറിജിനൽ സീറ്റാണ്. ബാക്ക് സീറ്റ് ആണെങ്കിലും അത് ലുക്സ് വെരി കംഫർട്ടബിൾ ആൻഡ് സ്പേഷ്യസ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഉണ്ട്. ബാക്കിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പിന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കാർ ആക്ച്വലി. 1989 ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കതിൻ്റെ ഫിനിഷൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ സോഫ്റ്റ് ടച്ചാണ്, ഭയങ്കര ഹാർഡ് ഇതല്ല. കണ്ടോ, ദിസ് ആർ ഓൾ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ്. ഇപ്പോഴത്തെ പല വണ്ടികൾക്ക് പോലും ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇല്ല. ആൻഡ് ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയും എല്ലാം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് പഴയ
ടൊയോട്ട കൊറോളയ്ക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പഴയ കൊറോളയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാനായിട്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ പറയുകയാണെങ്കിൽ ടാക്കോമീറ്റർ ഇല്ല, നമുക്ക് ടെമ്പറേച്ചർ ഗേജും ഫ്യൂൽ ഗേജും സ്പീഡോമീറ്റർ മാത്രമേ ഉള്ളൂ. RPM മീറ്റർ ഇല്ല, നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. ഇതിലിപ്പോഴും മറ്റേ ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ, മറ്റേ ഡോർ തുറന്നു കഴിഞ്ഞാലേ ഇൻഡിക്കേഷൻ ഇപ്പോഴും ഉണ്ട്. മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഓ ഓക്കെ, ആ ഇൻഡിക്കേഷൻ ഇപ്പോഴും നോക്കിയാണ്. സോ ചേട്ടൻ പറഞ്ഞല്ലോ ഡെയിലി ഈ വണ്ടി ഓടിച്ചിട്ടാണ് ലോങ് പോകുന്നതെന്ന്. മറ്റൊരു വണ്ടികൾ ഓടിക്കുമ്പോഴും ഇത് ഓടിക്കുമ്പോഴും എന്താ വ്യത്യാസം തോന്നുന്നത്? ദൂരത്തേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി പ്രിഫർ ചെയ്യുന്നത്? ലോങ് എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഒറ്റ സ്വിച്ച് ഇല്ല. എന്റെ ലോക്കൽ ഓട്ടങ്ങളാണെങ്കിൽ പറഞ്ഞ ഒരു എങ്ങനെ പോയിട്ട് ഒരു 60-70 കിലോമീറ്റർ ഡെയിലി ഉണ്ടാവും. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ഇപ്പൊ എന്റെ ജെറ്റ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലോക്കൽ യൂസ് 10-11 മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലിറ്ററലി ഡബിൾ മൈലേജ് ആണ്. അപ്പോ എന്തുകൊണ്ടും എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനത്തെ ഇത് കൊറോള യൂസ് ചെയ്യുന്നതാണ്. ഇത് ലോവർ RPMസിലാണോ ഹയർ RPMസിലാണോ ഓടിക്കാൻ സുഖം? ഇൻ ദി സെൻസ് പവർ ഡെലിവറി ഒക്കെ എങ്ങനെയുണ്ട്? ഇത് ഇപ്പൊ കറന്റ്ലി എഞ്ചിൻ ചെറുതായിട്ട് ഡീകംപ്രഷൻ ആയിരുന്നു. നമുക്ക് ആദ്യം ഉള്ള ഇനീഷ്യൽ പവർ കിട്ടൂല, ചെറുതായിട്ട് വീക്ക് ആയി എഞ്ചിൻ. അപ്പൊ അത് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അതിന്റെ പൊട്ടൻഷ്യൽ കിട്ടും. ഇതിപ്പോ നമുക്ക് ആക്ച്വലി ഒരു 60-70-80 ആയിൽ ക്രൂസ് ചെയ്യണം ഏറ്റവും സുഖം ഈ വണ്ടി. ആ ഒരു 60-70 റേഞ്ചിൽ പോകാനാണ്. അതായത് 5th ഗിയറിൽ ഒരു 70-80 പിടിച്ച് ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും അടിപൊളി ഫീൽ. So right now I'm in the back seat. This is very comfortable. 11 headroom. ഈ ഹെഡ്ലൈനേഴ്സ് ഒക്കെ ഓൾ ഒറിജിനൽ ആണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. ഒരു പ്രത്യേക വൈബാണ് പഴയ വണ്ടിയിലേക്ക് പോകാൻ. വെരി കംഫർട്ടബിൾ, നല്ല ലെഗ് സ്പേസും ഉണ്ട്. ലോങ് ഒക്കെ പോകാൻ ഭയങ്കര സുഖമാണ്, എസ്പെഷ്യലി സീറ്റിൻ്റെ കുഷനിങ്. സോ 1989 ടൊയോട്ട കൊറോള. അന്നത്തെ കാലത്ത് ടൊയോട്ട റിലയബിലിറ്റി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ആസ് ഹി സെഡ്, ഇത്രയും കാലം ഉപയോഗിക്കാതിരുന്നിരുന്ന വണ്ടി ഒന്ന് ഹീറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിൽ തന്നെ സ്റ്റാർട്ടായി എന്ന് പറയുന്നത് ഒരു റിയലി നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ആൻഡ് ഇത് ഇപ്പോഴും ഇമാക്കുലേറ്റ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ആ സീറ്റ് അപ്പോൾസ്ട്രി ആണെങ്കിലും ഇതിൻ്റെ പെയിൻറ്റ്, ദിസ് ഈസ് സ്റ്റിൽ ഇൻ ഒറിജിനൽ ഫാക്ടറി പെയിൻറ്റ്, ടച്ചപ്പ് പോലും ചെയ്തിട്ടില്ല. ദ വിൻഡോസ്, ദ ഹെഡ്ലൈറ്റിൽ ടൊയോട്ട ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ ഓൾ ഒറിജിനൽ. ആ ഒരു എക്സ്ട്രാ ലൈറ്റ് മാത്രമാണ് പുറത്ത് എക്സ്ട്രാ കയറ്റിയിരിക്കുന്നത്. പിന്നെ അകത്തൊരു ഓഡിയോ സിസ്റ്റം, ഒറിജിനൽ ഓഡിയോ സിസ്റ്റം ഇസ് സ്റ്റിൽ മെയിൻറ്റൈൻഡ് ഇൻ ഇമാക്കുലേറ്റ് കണ്ടീഷൻ, ദാറ്റ്സ് വർക്കിംഗ്. പക്ഷേ അത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് എക്സ്ട്രാ ഓഡിയോ സിസ്റ്റം കയറ്റിയിരിക്കുന്നത്. ബിക്കോസ് ഒറിജിനൽ ഓഡിയോ സിസ്റ്റത്തിൽ FM-ഉം AM-ഉം മാത്രമേ ഉള്ളൂ, CD, USB, ബ്ലൂടൂത്ത് ഒന്നുമില്ല. സോ അങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോ. സോ ഇറ്റ് വാസ് റിയലി നൈസ് reviewing such a car. So more vintage cars, more rare cars are coming soon in this video. So stay tuned. Until then, this is me, Lance Bijo, signing off.